ഏവർക്കും നമസ്കാരം. തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 1199 മേടം 1, അതായത് 2024 ഏപ്രിൽ 14 മുതൽ ഓരോ രാശിജാതരുടെയും ഒരു വർഷത്തെ വിഷുഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം മീനക്കൂറുകാരുടെ വിഷുഫലങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. പൂരോരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ രാശിജാതർക്ക് ഏറ്റവും ദോഷകരമായ അനുഭവങ്ങളാണ് ഈ കാലയളവിൽ വരാൻ പോകുന്നത്. ഈ പറയുന്നത് ഈ രാശിജാതരെ ഭയപ്പെടുത്താനല്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. എന്നാൽ തീർച്ചയായും ഒരു മുന്നറിയിപ്പ് നൽകാൻ തന്നെയാണ്. കാരണം വരാൻ പോകുന്ന ദോഷങ്ങൾ അറിഞ്ഞാൽ അതിനനുസരിച്ച് ജീവിതം നമുക്ക് ചിട്ടപ്പെടുത്താം, ജാഗ്രത പുലർത്താം. നിങ്ങൾ ഏതു മതസ്ഥരും ആയിക്കൊള്ളട്ടെ, ഈശ്വരനിൽ വിശ്വസിക്കുന്നവരെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തികളിൽ ഈ കാലയളവിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുക. ആ ശക്തിയെ മുറുകെ പിടിക്കുക, ദോഷപരിഹാരങ്ങൾ ചെയ്യുക. കൂടാതെ നമ്മൾ സ്വയം കരുതൽ എടുക്കുകയും വേണം. മഴക്കാറ് കണ്ടാൽ മഴ പെയ്യും എന്ന് തോന്നിക്കുന്നത് ഈശ്വരനാണ്, എന്നാൽ കുടയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ രാശിജാതരുടെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം. മെയ് 1 മുതൽ വ്യാഴം മേടരാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നക്ഷത്രജാതർക്ക് പ്രതികൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വരാൻ ഏറെ സാധ്യത കാണുന്നു. ഇടവരാശിയിലേക്ക് മാറുമ്പോൾ വ്യാഴം ഇവരുടെ 3-ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. 3-ാം ഭാവത്തിലെ വ്യാഴം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളാണ് നൽകുക. കാര്യവിഘ്നം, തടസ്സം, ദുഃഖം, സ്ഥാനഭ്രംശം, ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ, ശരീരക്ലേശങ്ങൾ, മാനസികമായ ദുഃഖങ്ങൾ, പരാജയങ്ങൾ, കലഹം, നിരാശ എന്നിവയെല്ലാം വ്യാഴം 3-ൽ നിൽക്കുമ്പോൾ ഉണ്ടാകാം. അതിനാൽ നാം പരിഹാരമായി മഹാവിഷ്ണുവിനെ നന്നായി പ്രീതിപ്പെടുത്തണം. വ്യാഴാഴ്ചകളിൽ നിർബന്ധമായും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം കുടുംബസമേതം നടത്തുക, വഴിപാടുകൾ കഴിക്കുക. ഈ സമയത്ത് ഭാഗ്യം തീർത്തും കെട്ടുപോകും എന്നതിനാൽ ഭാഗ്യസൂക്തം, ഐശ്വര്യസൂക്തം എന്നീ വഴിപാടുകൾ കഴിക്കുക. ഇവർക്ക് വ്യാഴത്തിനു പുറമേ നവഗ്രഹങ്ങളിൽ പ്രധാനിയായ ശനിയും പ്രതികൂലൻ ആകുന്നു. ഈ രാശിജാതരുടെ 12-ാം ഭാവത്തിലാണ് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത്, അതായത് 7.5 ശനിയുടെ ആദ്യപാദം. ഈ സമയത്ത് എല്ലാരിലും ഒരു തടസ്സം, മനോദുഃഖം, ഭയം, പലവിധ ദുരിതങ്ങൾ എന്നിവ ഫലത്തിൽ വരാം. ഈ സമയത്ത് മനസ്സ്, ആത്മീയത, പ്രാർത്ഥന എന്നിവയിലേക്ക് തിരിച്ചുവിടുക. ശാസ്താവ്, മഹാവിഷ്ണു എന്നീ സാത്വിക മൂർത്തികളെ നന്നായി ധ്യാനിക്കുക. ശനി, ശാസ്താ മൂലമന്ത്രങ്ങൾ നിത്യവും ചൊല്ലുക. പാപഗ്രഹങ്ങളിൽ പ്രധാനികളായ രാഹുകേതുക്കളും ഈ രാശിജാതർക്ക് ദോഷം നൽകുന്ന ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാഹു ഇവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇത്. ഭക്ഷ്യവിഷബാധ, കലഹം, യാത്രാക്ലേശം, ജീവിതത്തിലും കർമ്മമേഖലയിലും വിവിധ പ്രതിസന്ധികൾ, തടസ്സം എന്നിവയാണ് ദോഷഫലങ്ങൾ. രാഹുവിന്റെ ദോഷങ്ങൾ മാറുവാൻ ദുർഗാദേവിയെ നന്നായി ഭജിക്കുക. ലളിതാ സഹസ്രനാമം നിത്യവും ചൊല്ലുക. ദുർഗാദേവിയുടെ മൂലമന്ത്രം ചൊല്ലുക. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീ ക്ഷേത്ര ദർശനം, കഠിനപായസം എന്നിവ വഴിപാടായി കഴിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ രാഹുദോഷത്തിന് ഏറെ ശാന്തി ലഭിക്കുന്നതാണ്. കേതുവും ഈ രാശിജാതർക്ക് പ്രതികൂലമായ അവസ്ഥയിലാണ് ഇപ്പോൾ സഞ്ചാരം. ഇവരുടെ 7-ാം ഭാവത്തിലൂടെയാണ് കേതു സഞ്ചരിക്കുന്നത്. 7-ാം ഭാവം എന്നത് കുടുംബം, ദാമ്പത്യം, ജീവിത പങ്കാളി എന്നിവയെ കുറിക്കുന്നു. കേതു ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഭാവത്തിന് ദോഷം ചെയ്യും. തൽഫലമായി ദാമ്പത്യ കലഹം, കുടുംബത്തിൽ അനൈക്യം, അപമാനം, തടസ്സം, ധനനഷ്ടം എന്നിവയാണ് ഫലങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർ കേതുവിനെയും നിർബന്ധമായും പ്രീതിപ്പെടുത്തേണ്ടതാണ്. മഹാഗണപതിയാണ് കേതുവിന്റെ അധിഷ്ഠാന ദേവത എന്നതിനാൽ ഗണപതിയെ നന്നായി ധ്യാനിക്കുക. കേതു കടുത്ത ദോഷം വിതയ്ക്കുന്ന നിലയായതിനാൽ ഇവർ ദേവീ മാഹാത്മ്യം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം എന്നീ മഹത് ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിത്യവും ചൊല്ലേണ്ടതാണ്. അപ്പോൾ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ പൂരോരട്ടാതിക്കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രജാതർക്ക് ഈ കാലയളവിൽ വന്നു ചേരാവുന്നതാണ്. ഇത് മുഴുവനും വന്നു ചേരും എന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴം, ശനി എന്നിവർ ഉച്ചനായോ സ്വക്ഷേത്ര ബലവാനായോ നിന്നാൽ ദോഷഫലങ്ങളിൽ ഗണ്യമായ കുറവ് വരുന്നതാണ്. ഈ കാലയളവിൽ ദോഷം അധികരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ പരിഹാരകർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും ദോഷങ്ങൾ കുറയും എന്നതിൽ ഒരു തർക്കവും ഇല്ല. കൂടാതെ ഏത് പ്രവർത്തികൾ ചെയ്യുമ്പോഴും വാക്കു കൊടുക്കുമ്പോഴുമെല്ലാം നന്നായി ചിന്തിക്കുക, എന്നിട്ട് മാത്രം പ്രവർത്തിക്കുക. വികാരത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ എടുത്തു ചാടിയുള്ള പ്രവർത്തികൾക്ക് പകരം ഈ കാലയളവിൽ വിചാരത്തിന്റെ പുറത്ത് തീരുമാനങ്ങളും പ്രവൃത്തികളും യുക്തിപൂർവം എടുക്കുക. കൂടാതെ ഏത് പ്രവൃത്തികൾക്ക് മുന്നോടിയായും
ഭഗവാന് മുന്നിൽ ഒന്ന് സ്വയം സമർപ്പിക്കുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. സ്നേഹാദരങ്ങളോടെ ഏവർക്കും നന്ദി, നമസ്കാരം.